മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിൻ്റെ തുടർച്ച. രണ്ട് ഭാഗത്തു നിന്നും പണം വളരെയധികം ഇറങ്ങി. കെങ്കേമാരായ വക്കീലന്മാർ കേസ് വാദിച്ചു. രണ്ടു കൂട്ടരും ജയിക്കാൻ വേണ്ടി പള്ളികളിൽ എല്ലാം നേർച്ച നേർന്നു. പുണ്യാളന്മാരുടെ കബറുകൾക്കടുത്ത് ചെന്നു പ്രാർത്ഥിച്ചു. പണം കൊടുത്തു. പള്ളികളിൽ കൊടികുത്തും ചന്ദനക്കുടവും നടത്തി. അതിനു പുറമെ രണ്ടു ഭാഗത്തും വലിയ യോഗ്യന്മാർ കള്ളസാക്ഷികളായി വന്നു. കേസ് അങ്ങനെ വട്ടനടിമയ്ക്ക് ഗുണമായി വരികയായിരുന്നു. അപ്പോഴാണ് ഒരു കുഴപ്പം പൊന്തി വന്നത്. വട്ടനടിമയുടെ ഉമ്മാക്ക് ഭ്രാന്തുണ്ടായിരുന്നു. സ്ഥിരബുദ്ധിയോടെ അല്ല എഴുതിക്കൊടുത്തത്. എന്നാൽ മരിച്ചു മണ്ണടിഞ്ഞു പോയ ആ സ്ത്രീയെ വിളിച്ചു കൊണ്ടുവന്ന് കൂട്ടിൽ കയറ്റി വിസ്തീരിക്കാൻ സാധിക്കുമോ? സാക്ഷികൾ വന്നു. വട്ടനടിമൻ്റെ ഉമ്മാക്ക് ഭ്രാന്തുണ്ടായിരുന്നു. അവർ അങ്ങനെ പറഞ്ഞു. ഉണ്ടായിരുന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിലും വട്ടനടിമയുടെ ഉമ്മയുടെ സ്വത്തിന് വട്ടനടിമയുടെ സഹോദരികൾക്കും അവകാശമില്ലേ? കുഴഞ്ഞുമറിഞ്ഞ ആ കേസിനെ പറ്റി കുഞ്ഞുപാത്തുമ്മക്ക് വലിയ പിടിപാടൊന്നുമില്ല. എല്ലാം ഷെയ്ത്താനായ ഇബ്ലീസ് എന്ന പഹയൻ്റെ പണിയാണെന്ന് മാത്രമേ അവൾക്കറിയൂ. എങ്ങനെയായാലും കേസ് ബാപ്പയ്ക്ക് ദോഷമായി വിധിച്ചു. പള്ളിക്കൊത്താന കേസിനും പിരാന്ത് കേസിനും മറ്റുമായി വളരെയധികം സ്ഥലങ്ങൾ കടത്തിൽ പോയി. ബാപ്പയ്ക്ക് അവസാനം കിട്ടിയത് വഴിവക്കിലുള്ള ആ കുറ്റിപ്പുരയിടമാണ്. അതിൽ ആ ചെറിയ വൈക്കോൽ മേഞ്ഞ വീടും 4 അടക്കാമരവും 9 തെങ്ങും 1 കിണറും ഒരു വാളംപുളി മരവും അതിലൊരു വലിയ ആമ്പൽ പൊയ്കയും ആണുമുള്ളത്. അത് ആദ്യം കണ്ടപ്പോൾ കുഞ്ഞു പാത്തുമ്മയ്ക്ക് വളരെ സന്തോഷം തോന്നി. ഒരു ആമ്പൽ പൊയ്ക അവൾ ആദ്യമായി കാണുകയാണ്. വെള്ളയും ചുവപ്പുമായി വളരെ പൂക്കൾ. അവൾ അതെല്ലാം എണ്ണി നോക്കും. ഒരറ്റം മുതൽ എണ്ണി വരുമ്പോൾ ഉമ്മയോ ബാപ്പയോ ആരെങ്കിലും എന്തിനെങ്കിലും വിളിക്കും. എങ്ങനെയും അത് എണ്ണിത്തീർക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും മനോഹരമായ കാഴ്ചയാണ്. എന്നാൽ അതിൻ്റെ ഭംഗിയിൽ ഒരു ഭയങ്കരത, ഒരു അറപ്പ്, ഇതൊന്നും വ്യക്തമല്ല.